ചില ആളുകൾ ചോദിക്കുന്നുണ്ട് നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടാത്തത് എന്താണ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഇത് 1969 മോഡൽ വില്ലീസ് വണ്ടിയാണ്. അപ്പോൾ ഇതിന് സീറ്റ് ബെൽറ്റ് ആവശ്യമില്ല എന്നാണ് കിട്ടിയിരിക്കുന്ന നിയമോപദേശം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളുടെ യാത്ര തുടരുന്നു. ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ് മാത്രമല്ല എന്ന് മഹിജ പറയുന്നു, റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ് നമുക്ക് ആവശ്യമാണ് എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് അടിവാരത്താണ് എത്തിയിരിക്കുന്നത്. അടിവാരത്ത് നമ്മളുടെ ഇന്നത്തെ യാത്ര അവസാനിക്കും. അതിനുശേഷം നമ്മൾ നാദാപുരത്തേക്കാണ് പോവുക. നാദാപുരത്ത് നമ്മളുടെ വലിയ മഹാസംഗമമുണ്ട്. അവിടെ പാണക്കാട് തങ്ങളും ഒപ്പം താമരശ്ശേരിയിലെ ബിഷപ്പും സ്വാമിമാരും ഒക്കെ പങ്കെടുക്കുന്ന വളരെ വലിയ പ്രോഗ്രാമാണ് ഇന്ന് വൈകുന്നേരം. ഇതൊരു വലിയ വിപത്തായിട്ട് നമ്മുടെ നാട് കണ്ടു തുടങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമ്മൾ അടിവാരത്ത് എത്തിയിട്ടുണ്ട്. അടിവാരത്തെ മനുഷ്യർ നമുക്കൊപ്പം നിൽക്കുകയാണ്. താമരശ്ശേരിയും ഈങ്ങപ്പുഴയും പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരിടമാണ് ഈ അടിവാരവും. അപ്പോൾ ഈ സ്ഥലത്ത് പ്രത്യേകിച്ച് ലഹരിയുടെ ഹബ്ബുകളായിട്ട് മാറുന്നു എന്നുള്ളത് വലിയ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. നമ്മളിപ്പോൾ അടിവാരത്ത് എത്തിയിട്ടുണ്ട്. അടിവാരത്തെ മനുഷ്യരെ കൂടി കണ്ട് നമ്മുടെ ഇന്നത്തെ വാർത്തായാത്ര ബ്രേക്കിംഗ് അവേഴ്സിലേക്ക് വഴിമാറും. നമ്മളിപ്പോൾ അടിവാരത്ത് ചുരം സംരക്ഷണ സമിതിക്കാരുണ്ട്. യെസ്, അടിവാരം ചുരം സംരക്ഷണ സമിതിയാണോ നിങ്ങൾ? ആരാണ് ചുരം സംരക്ഷണ സമിതി? ഓക്കെ, ഇവിടെയാണ് ഫ്രെയിം. ഓക്കെ, അപ്പോൾ ചുരം സംരക്ഷണ സമിതിക്കാരുണ്ട്, അടിവാരത്തെ പൊതുജനമുണ്ട്, മഹല്ല് കമ്മിറ്റിയിൽപ്പെട്ടവരുണ്ട്, വിവിധ പാർട്ടിയിൽപ്പെട്ടവരുണ്ട്, അല്ലേ? ഡിവൈഎഫ്ഐ. ഓക്കെ, നിങ്ങളുടെ എങ്ങനെയുണ്ട്? കളിയിടങ്ങൾ പുരോഗമിക്കുന്നുണ്ടല്ലോ. സനോജ് ഓരോരോ പോസ്റ്റ് ഇട്ട് തരും. പല സ്ഥലങ്ങളിലും ഓരോ ദിവസവും രാത്രിയിൽ ഓരോ പരിപാടി. എല്ലാ സ്ഥലത്തും ഡിവൈഎഫ്ഐ നല്ല ക്യാമ്പയിൻ ഏറ്റെടുത്തിട്ടുണ്ട്. ലഹരിയാകാം കളിയിടങ്ങളോട് പിന്നെ ലഹരിയും ഹിംസയും വേണ്ടെന്ന മുദ്രാവാക്യം ഉയർത്തി നല്ല ക്യാമ്പയിൻ ഡിവൈഎഫ്ഐ ഏറ്റെടുത്തിട്ടുണ്ട്. നമ്മുടെ ടാഗിലിൽ ചെറിയ മാറ്റമാണ് ഡിവൈഎഫ്ഐ വരുത്തിയത്. ലഹരിയും വേണ്ട ലഹളയും വേണ്ട എന്നുള്ളതാണ് നമ്മുടെ ക്യാച്ച് വേർഡ്. ഡിവൈഎഫ്ഐയുടെ ലഹരിയും വേണ്ട ഹിംസയും വേണ്ട. അതുപോലെ തന്നെ ഇപ്പോൾ ഈ മാധ്യമങ്ങളുടെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് റിപ്പോർട്ടർ ചാനൽ നല്ലൊരു ഉദ്യമമാണ് ഏറ്റെടുത്തിട്ടുള്ളത്. ഈ നാടിനുള്ള ഉത്തരവാദിത്വം നിങ്ങൾ മാധ്യമപ്രവർത്തകർ എന്ന നിലക്ക് നല്ല രീതിയിൽ ഏറ്റെടുത്തിട്ടുണ്ട്. എന്നെ റിപ്പോർട്ടർ ടിവിയെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഡിവൈഎഫ്ഐയും KMCCയും യൂത്ത് ലീഗും ഇവിടെയുള്ള മഹല്ല് കമ്മിറ്റികളും SKSSFും യൂത്ത് കോൺഗ്രസും ഒക്കെ ഏറ്റെടുത്ത് തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ ചോദ്യം ഇതാണ്, നമ്മുടെ പഞ്ചായത്ത് നല്ല പഞ്ചായത്താണ്. പുതുപ്പാടി ആണെങ്കിലും ശരി, താമരശ്ശേരി ആണെങ്കിലും ശരി. പക്ഷെ നാടിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ലഹരിയിൽ നിന്ന് ഈ നാടിനെ നമുക്ക് മോചിപ്പിക്കണ്ടേ? തീർച്ചയായും മസിലൊക്കെ പാഴാക്കണോ? ഇതൊക്കെ ഉപയോഗിച്ചുകൂടെ? നമ്മളൊക്കെ നാട്ടിൽ തന്നെ ഇവിടെ നല്ല ശക്തമായ പ്രതിരോധം തന്നെ നമ്മൾ നടത്തുന്നുണ്ട്. എല്ലാ മേഖലയിൽ കൂടെ ഇത്തരം വിവരങ്ങൾ കിട്ടിയാൽ കൃത്യസമയത്ത് കൈമാറുന്നുണ്ട്. ഇവിടെ തന്നെ ജനങ്ങൾ ഒറ്റക്കെട്ടാണ്. നാട്ടിലെ ജനങ്ങൾ മൊത്തം ഒറ്റക്കെട്ടാണ്. ഒരു ആഷിഖിന്റെ ഉമ്മയെ പോലെ ഒരു ഉമ്മ നമ്മുടെ നാട്ടിലുണ്ടാവും. ഇനി ഉണ്ടാകാൻ പാടില്ല. ഇനി അങ്ങനെ തീർച്ചയായിട്ടും ഉണ്ടാകാൻ പാടില്ല. എന്താ അഭിപ്രായം ചേട്ടന്റെ? ഞങ്ങളെ അടിവാരത്തെ ചുമട്ടുതൊഴിലാളികൾ ശക്തമായിട്ട് ലഹരിക്കെതിരായിട്ട് പ്രതിരോധിക്കാൻ തയ്യാറായിട്ടുണ്ട്. ഇവരെ പ്രതിരോധിക്കാനുള്ള കരുത്ത് ലഹരിക്കുണ്ടോ? എങ്ങനെയൊന്ന് കാണണം. ഞങ്ങളെ കൂടെയുള്ള കൂട്ടത്തിൽ ജോലി ചെയ്യുന്ന സ്വന്തം തൊഴിലാളിക്ക് ഇതിനു മുമ്പ് ഇവർ ലഹരി മാഫിയന്റെ എതിരായിട്ടുള്ള അക്രമ ഭീഷണികൾ അടിയിടുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ പ്രതിരോധിച്ചും കൊണ്ട് ഞങ്ങൾ ഇത്രയും തൊഴിലാളികൾ 42 തൊഴിലാളികളോടുണ്ട്. ചുമട്ടുതൊഴിലാളികൾ ശക്തമായിട്ട് ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ഞങ്ങൾ ശക്തമായിട്ട് ജനകീയ ജാഗ്രതാ സമിതി സംശയിക്കുന്നുണ്ട്. നമുക്കൊരു 2 മാസം കൊണ്ട് പുതുപ്പാടിയെ സമ്പൂർണ്ണ ലഹരി വിമുക്ത പഞ്ചായത്താക്കാൻ പറ്റൂ? തീർച്ചയായിട്ടും ശ്രമിക്കും. എല്ലാവരും ശ്രമിച്ചാൽ നടക്കാൻ തോന്നുന്നു. സംവിധാനങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ നടക്കാവുന്നേ ഉള്ളൂ. പറ്റുമോ? അന്ന് എനിക്ക് അവനെ ബൈക്ക് എന്താ പറ്റിയ സംഭവം? എന്നല്ല, അത് ഞങ്ങൾ ഇതിനെ ലഹരി വിരുദ്ധം. എന്റെ പേര് മുസ്തഫ. എന്താ സംഭവം? അപ്പൊ അന്ന് എന്റെ ഞങ്ങൾ ഈ ലഹരി വിരുദ്ധത്തിന്റെ പേര് ഞങ്ങൾ ഇതിന്റെ പേരിൽ ഞങ്ങളൊരു ഇത് പോയിരുന്നു ചർച്ച, പിന്നെ ഇത് നോക്കാൻ വേണ്ടി പോയിരുന്നു. അവിടെ 3-4 ആൾക്കാർ അവിടെ ഉണ്ടെന്നുള്ള പറഞ്ഞപ്പോൾ ഞങ്ങൾ അവരെ ഫോളോ ചെയ്ത് അവിടെ ചെന്ന് അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവർ പാലത്തിൻ്റെ അടിയിൽ പോയി ഒളിച്ചു നിന്നു. അവർ പറഞ്ഞു ഇതിങ്ങനത്തെ പരിപാടി ഇവിടെ പറ്റൂല എന്ന് പറഞ്ഞു. പറ്റൂലാന്ന് മുന്നേ ഞങ്ങളെ നേരത്തെ അവർ പ്രതികരിച്ചു. ഈ പ്രതികരിച്ചതിൻ്റെ പേരിൽ എന്താക്കി അവൻ എന്നോട് പറഞ്ഞു, ഞാൻ എന്നെ സ്കെച്ച് ചെയ്തിട്ടുണ്ട്, എന്നെ പിന്നെ എടുത്തോളാന്ന് പറഞ്ഞ ആടുന്ന് ഇങ്ങോട്ട് പിരിഞ്ഞു പോരുകയും ചെയ്ത്. പിന്നെ 2-3 ദിവസം കഴിഞ്ഞതിൻ്റെ ശേഷം ഈ അങ്ങാടിയിൽ വെച്ചിട്ട് ഇവിടെ ഈ ലഞ്ചോണിൻ്റെ മുന്നിൽ വെച്ചിട്ട് അവന് ബൈക്ക് ഇടിച്ചിങ്ങാൻ എന്നെ ഇടിച്ചിടാൻ നോക്കി. എന്നെ വല്ലാണ്ട് ദേഹോദ്രവം ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ പിന്നെ അവന് പിരിഞ്ഞു പോവുകയും ചെയ്തതാണ്. പോലീസ് പരാതി കൊടുത്തിട്ട് ഇതിൻ്റെ അന്ന് പരാതി കൊടുത്തിട്ട് മെനിയാന്നാണ് ഇവിടുന്ന് പോലീസ് അവരെ ബൈക്ക് ഇവിടുന്ന് കസ്റ്റഡിയിലെടുത്തു. അതാണ് നമുക്ക് മനസ്സിലാവാത്തത്. താമരശ്ശേരി പോലീസിനെതിരെ വരുന്ന പരാതികളിൽ ഒന്ന്, പരാതി കൊടുത്താൽ കൃത്യസമയത്ത് ഇടപെടുന്നില്ല എന്നുള്ളതാണ്. ഷിബിലയുടെ പരാതി പോലീസിൽ കിട്ടിയതല്ലേ, എന്നിട്ട് എന്തുകൊണ്ടാണ് വെച്ച് താമസിപ്പിച്ചത്? കേവലം ഒരു ഒത്തുതീർപ്പ് ചർച്ച എന്ന പേര് പ്രഹസനം നടത്തി വിട്ടതുകൊണ്ടല്ലേ ഷിബില മരിച്ചത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അതും നടപടി വരുമ്പോൾ PROയുടെ പേരിൽ മാത്രം നടപടി. ഇതാണ് മുസ്തഫയുടെ കാര്യത്തിൽ പറഞ്ഞത്. മുസ്തഫയെ പോലുള്ള മനുഷ്യർ അവരുടെ ജീവൻ പണയം വെച്ചാണ് ഇവരുമായിട്ടൊക്കെ ഏറ്റുമുട്ടാൻ പോകുന്നത്. ആ സമയത്ത് ഒരു പാവം ലോഡിംഗ് തൊഴിലാളിയായ മുസ്തഫയെ ലഹരിക്കാരുടെ മുന്നിൽ എറിഞ്ഞു കൊടുക്കാൻ എങ്ങനെയാണ് കഴിയുക? അതുകൊണ്ട്
അതുകൊണ്ട് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അനാസ്ഥയുണ്ടായി എന്നുള്ളത് വളരെ ഗുരുതരമായ വിഷയമാണ്. താമരശ്ശേരി പോലീസിന് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് 2 മാസം വേണ്ട, ഒരു 3 മാസം കൊണ്ട് ഈ നാടിനെ പൂർണ്ണമായിട്ട് ലഹരിമുക്തമാക്കാൻ നിങ്ങൾ വിചാരിച്ചാൽ നടക്കില്ലേ? തീർച്ചയായിട്ടും ഞങ്ങൾ മറ്റാരേക്കാളും അക്കാര്യത്തിൽ വളരെ മുൻപന്തിയിലാണ്. ഞങ്ങളെ അതിനുവേണ്ടി ഞങ്ങൾ മഹല്ലടിസ്ഥാനത്തിലും അതിന് പുറമെ ഞങ്ങൾ ഈ നാട്ടിലെ മുഴുവൻ ആൾക്കാരും ചേർത്തി പിടിച്ചുകൊണ്ട് ജനകീയമായിട്ട് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ഈ പഞ്ചായത്തിൽ തന്നെ ഒരുപക്ഷെ ജില്ലയിൽ തന്നെ ആദ്യമായിട്ട് ഇതിന് പ്രതിരോധ രംഗത്ത് വന്നവർ ഞങ്ങളാണ്. അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനി മുന്നോട്ടും ശക്തമായി തന്നെ കാര്യത്തിൽ മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനങ്ങളും. ഓക്കെ, നോക്കൂ, എനിക്കൊരു BJP പ്രതിനിധിയാണ്. അപ്പം ഈ മഹല്ലാണെങ്കിലും ശരി, സഭയാണെങ്കിലും ശരി, DYFI ആണെങ്കിലും ശരി, BJP ആണെങ്കിലും ശരി, നമുക്ക് എത്ര നാളുകൊണ്ട് അടിവാരത്തെ നമുക്ക് പൂർണ്ണമായിട്ടും ലഹരി വിമുക്തമാക്കാൻ പറ്റും? എത്ര പെട്ടെന്ന് അതിന് ഞങ്ങൾക്ക് രാഷ്ട്രീയവും അതിന് നോക്കൂല, മതവും നോക്കൂല, ജാതിയും നോക്കൂല. ഇവിടെ ആരെങ്കിലും ലഹരി കൊണ്ട് വിൽക്കാൻ വരുന്നവരോട് നമുക്ക് പറയാനുള്ളത് എന്താ? ഇവിടെ നടക്കൂല, ഇവിടെ ഞങ്ങൾ അനുവദിക്കൂല. അത് ഞങ്ങളെന്താ വെച്ചാൽ ഒരു 3 മാസത്തോളമായി ഇവിടെ ഒരു ജാഗ്രത സമിതി ഉണ്ടാക്കി. അതിൻ്റെ പേരിൽ ഞങ്ങൾ 2 വലിയ റാലികൾ ഇവിടെ നടത്തി. അതിൻ്റെ പേരിൽ പിന്നെ എല്ലാ ദിവസങ്ങളിലും ഞങ്ങൾ 2 മണി വരെ ഒരു 10-30 ആൾക്കാർ ഇവിടെ എല്ലാ ഭാഗങ്ങളിലും കറങ്ങി നോക്കുന്നുണ്ട്, പട്രോളിംഗ് നടത്തുന്നുണ്ട്. അതിൽ ഞങ്ങൾ ചില കണ്ട സ്ഥലങ്ങളൊക്കെ വളരെ മോശമായ സ്ഥലങ്ങളാണ്. ഇപ്പോൾ അതിൽ നിന്ന് കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ എന്താ വെച്ചാൽ ഇവിടെ ഈ ചുരത്തുനിന്ന് ഇറങ്ങി വരുന്നത് ഇവിടെ തങ്ങുന്ന ആൾക്കാരുമാണ് ഇപ്പോൾ ഉള്ള കുറച്ച് ഇതുള്ളത്. അത് ഞങ്ങൾ ഇപ്പോഴും അത് നിർത്തിയിട്ടില്ല. എല്ലാ BJPയും ഉണ്ട്, DYFIയും ഉണ്ട്, ഇവിടുത്തെ ചുമട്ടുതൊഴിലാളികളുണ്ട്, മഹല്ലുകളുണ്ട്, SKSSF ഉണ്ട്, സഭയുണ്ട്.